തിരുവോണത്തെ വരവേൽക്കാൻ മലയാള നാടും മലയാളികളും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് എല്ലാവരും. വിപണികളിലെല്ലാം ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കാണ്. വിവിധ ജില്ലകളിൽ നിന്നും ഓണവിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് റിയാസ് KMR-ഉം തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരനും കൊച്ചിയിൽ നിന്ന് എബി തോമസും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് തന്നെ പോകാം. എബിയുണ്ട്. എബി, തിരുവോണത്തെ വരവേൽക്കാൻ എല്ലാവരും അവസാനവട്ട ഒരുക്കത്തിലാണെന്ന് അറിയാം. എങ്ങനെയാണ് ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കും ആരവങ്ങളും ഒക്കെ ഉള്ളത്? ശ്രുതി, നമ്മളിപ്പോഴുള്ളത് ബ്രോഡ്വേയിലാണ്. കൊച്ചിയിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഈ വഴിയിൽ നിന്നും തന്നെ ഇത്തരത്തിലുള്ള തിരക്കുണ്ടാകുമെന്നുള്ളൊരു ഒരു തരത്തിലുള്ള ഒരു പ്രതീക്ഷയും നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു 10 മണിയോടുകൂടി, രാവിലെ ഒരു 10-11 മണി വരെ ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ ഈ വെയിലേക്ക് ഒന്ന് താഴ്ന്നൊരു സമയം നോക്കി ആളുകൾ കൂടുതലായി സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ മാർക്കറ്റിലേക്കൊക്കെ തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് അത് നമുക്ക് തിരുവോണത്തിന്റെ ആഘോഷങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ സാധനങ്ങളെയും അവസാനവട്ട ഓട്ടപ്പാച്ചിലിൽ വാങ്ങുന്നതിനുള്ള ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് ഈ ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തിരക്ക് നമുക്ക് കൃത്യമായും അനുഭവപ്പെടുന്നുണ്ട്. ഈ ഓരോ സാധനങ്ങൾക്കും ആളുകളൊക്കെ ഇങ്ങനെ സ്വാഭാവികമായും ഈ ഒരു വെയിലൊക്കെ താന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് ആളുകൾ എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ ഈ വ്യാപാരികളൊക്കെ തന്നെ പങ്കുവെക്കുന്നുണ്ട്. രാവിലെയൊക്കെ അത്യാവശ്യം തിരക്കുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ തിരക്ക് വീണ്ടും കൂടി വരുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കാണ് കൂടുതലായിട്ടുള്ള ആവശ്യക്കാരുള്ളത്. നാളെ വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. അതിന് ഈ പച്ചക്കറി വിഭവങ്ങളൊക്കെ തന്നെ മേടിക്കുന്നിടത്താണ് ഏറ്റവും അധികം തിരക്കുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രദേശം എന്ന് പറയുന്നത് ഈ തുണികളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. അവിടെയും വലിയ രീതിയിലുള്ള തിരക്ക് ഈ നിലയിൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങി ഈ നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള മുഴുവൻ വായോ ഈ ഒരു ഓണത്തിന്റെ ആഘോഷത്തിലേക്ക് ആഘോഷത്തിൽ ഒരു വളരെ നല്ല ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകളൊക്കെ ഇവിടെ അകത്ത് ഒരുപാട് തിക്കും തിരക്കും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. എല്ലാം ഓണച്ചന്ത വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓണച്ചന്തയിൽ ഈ മാർക്കറ്റിൽ വന്ന് മേടിച്ചെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. എന്താന്ന് പറഞ്ഞാൽ അതങ്ങനെയാണ്. അതൊന്ന് ഒരു കടകളിലല്ല, കടകളിൽ നിന്നല്ല, നമ്മ ഇവിടെ വന്ന് മേടിക്കുമ്പോൾ ഇത്രയും ലാഭത്തിന് കിട്ടുമെന്നുള്ളൊരു ഒരു എന്താ പറയാ, ഒരു തോന്നൽ. അതെങ്ങനെ ഇവിടെ വന്ന് ഒരു തൃപ്തി. ഒരു കടകളിൽ മേടിച്ച അവരൊക്കെ വെറുതെ ഇരിക്കോ ഓണച്ചന്തയായിട്ട് ഒരുപാട് കാശ് ചെലവായി വെച്ചേക്കാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് അതേലും വലിയ സംഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ വിഷയം. എന്നാലും പോലും ഈ എല്ലാരും വിചാരിക്കണത് ഇവിടെ വന്നാലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കണേ. എന്തായാലും ഇങ്ങനെ തന്നെ ഈ വലിയ രീതിയിലുള്ള തിരക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഈ നിലയ്ക്ക് വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് ഈ ഉത്രാട ചന്ത എന്ന് പറയുന്നത് ഉത്രാട ചന്തയിലൊക്കെ തന്നെ, അല്ലെങ്കിൽ ഉത്രാട പാച്ചിലിൽ ഇങ്ങനെ ഒരു സാധനങ്ങൾ വാങ്ങി അത് മാർക്കറ്റിലൊക്കെ പോയി ഇങ്ങനെ ഓരോന്ന് കണ്ട് ഓരോ സ്ഥലത്തും എവിടെയാണ് വില കുറവെന്ന് അനുഭവപ്പെട്ട് അല്ലെങ്കിൽ അത് നോക്കിയൊക്കെ വാങ്ങുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആഘോഷം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഓണത്തിൻ്റെ ആ ഒരു ദിവസത്തേക്കാൾ കൂടുതലായി ആളുകൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരുപക്ഷെ ഉത്രാട ദിനം ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഉത്രാടത്തിൻ്റെ ആ ഒരു ഓട്ടപ്പാച്ചിലും ഈ അവസാനവട്ട സദ്യകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു തിക്കും തിരക്കും അതിങ്ങനെ ഓരോ മാർക്കറ്റിലേക്ക് കയറി ചെന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വലിയ രീതിയിലുള്ള തിരക്ക്. ഇപ്പോൾ നമ്മൾ വന്ന ആ ഒരു സമയത്തേക്കാൾ കൂടുതൽ തിരക്ക് ഈ സമയങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. പല രീതിയിൽ കച്ചവടത്തിന്റെ പല രീതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. 20 രൂപയ്ക്ക് വരെ പച്ചക്കറി വിൽക്കുന്ന, അല്ലെങ്കിൽ ഓരോ വിഭവങ്ങളും പച്ചക്കറി ആ നിലയ്ക്ക് വില കുറച്ച്. അതിപ്പോൾ നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ച ചേട്ടൻ പറഞ്ഞത് ഏത്തയ്ക്കൊക്കെ ഏതാണ്ട് 60 രൂപ വിലയുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ ഓണത്തിന്റെ സമയം വന്നപ്പോൾ അത് 60 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് ഉണ്ടായിരുന്നത് 40 രൂപയ്ക്ക് വിൽക്കുകയാണ് എന്നുള്ളതാണ്. അങ്ങനെ
എല്ലായിടത്തും അതിപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വന്നവർക്ക് തെരഞ്ഞെടുക്കാനായിട്ട് വലിയ ഒരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മാർക്കറ്റ് പോലുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതാണ്. എന്തായാലും കുട്ടികൾ ഉൾപ്പെടെ ഈ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവർക്ക് ഓണക്കോടി ഉൾപ്പെടെയുള്ള മേടിക്കുന്നതിനുള്ള അവസാന ദിവസം കൂടിയാണ്. അതായത് ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ തിരുവോണത്തിന്റെ ആ ഒരു പുലരിയിലേക്ക് വരുമ്പോൾ നമ്മൾ പുത്തൻ ഉടുപ്പ് ഓണക്കോടികളൊക്കെ തന്നെയും ആ ദിവസത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും വാങ്ങി അത് കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പൊതുവെ നമുക്ക് അറിയാം ഈ ഓണ സമയങ്ങളിൽ പച്ചക്കറിക്കൊക്കെ വലിയ രീതിയിൽ വില കൂടുന്ന ഒരു സമയമൊക്കെയാണ്. എന്നാൽ ഇത്തവണ വില കുറഞ്ഞു എന്നാണ് പറയുന്നത്. വിലക്കുറവിലാണ് ഇപ്പോൾ വിൽക്കപ്പെടുന്നത്. ഈ ഏത്തക്ക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ഒരു ഏത്തക്ക വിൽക്കുന്ന ഒരു ചേട്ടൻ സംസാരിച്ചതാണ്. ആ നിലയ്ക്ക് 60 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓണം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഓണത്തിന്റെ സമയമായപ്പോൾ അതിന് 40 രൂപയ്ക്കാണ് ഞങ്ങൾ വിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഓണത്തിന്റെ സമയമായപ്പോൾ ഞങ്ങൾ അത് അങ്ങനെ ആ നിലയ്ക്ക് പോലും വിൽക്കാനായിട്ട് ഉണ്ടാകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും അങ്ങനെ നമുക്കിവിടെ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ പച്ചക്കറി കടയായാലും അത് പലചരക്കുകൾ വിൽക്കുന്ന കടയായാലും വസ്ത്രങ്ങൾ വിൽക്കുന്ന കടയായാലും അങ്ങനെ എല്ലായിടത്തും ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഇനിയിപ്പോൾ അല്പസമയം കൂടെ കഴിയുമ്പോൾ ഈ തിരക്ക് വലിയ രീതിയിൽ കൂടാനുള്ള സാധ്യത കൂടി ഉണ്ട്. ഈ ഓണം അത് ഏത് നിലയ്ക്കും ആഘോഷിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പം പൊതുവിൽ നമ്മൾ ഇപ്പോൾ ഈ ഒരു വയനാടിൻ്റെയൊക്കെ ഒരു വലിയ സങ്കടത്തിലൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലും ഈ ആഘോഷത്തിലൂടെയൊക്കെ തന്നെ ആ വേദനകളെ മറക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി. അതിനകത്ത് ഈ ആഘോഷത്തിൻ്റെയൊക്കെ ഒരു സന്ദേശം എന്ന് പറയുന്നതും ആ നിലയ്ക്ക് തന്നെയാണ്. എന്തായാലും ഇങ്ങനെ പല തരത്തിൽ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ പൈസയ്ക്ക് 20 രൂപയ്ക്കൊക്കെ ഈ പച്ചക്കറികളൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ്. എങ്ങനെ 20 രൂപ എല്ലാം വില കുറച്ച് 20 രൂപ ഓടി വാ ചേട്ടന്മാരൊക്കെ പറയുന്നത് എല്ലാവരും വളരെ വേഗം ഇങ്ങോട്ട് വരിക. ഇവിടെ 20 രൂപയ്ക്ക് വരെ പച്ചക്കറി വിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരോരോ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച് ആ നിലക്ക് ഒരു കിറ്റ് രൂപത്തിലൊക്കെ തന്നെയായി അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വില കുറവിന്റെ അല്ലെങ്കിൽ നമുക്ക് വലിയൊരു അധിക ഭാരമാവാത്ത രീതിയിൽ ഈ വ്യാപാരം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വസ്ത്ര വിപണിയിലാണെങ്കിലും ഇതിന് സമാനമായ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള തിരക്ക് അവിടെയും അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോൾ ഈ നിലയ്ക്കൊന്നുമില്ലായിരുന്നു. രാവിലെ നമ്മൾ ഈ പൂക്കൾ വിൽക്കുന്ന ആളുകളെയാണ് കൂടുതലായും കണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ഉണർന്നതിന് ശേഷം കൂടുതൽ ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നു. കൂടുതൽ സാധനങ്ങൾ അവർക്ക് വാങ്ങുന്നതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നു. അങ്ങനെ ഈ ഉത്രാടപ്പാച്ചിൽ ഏതാണ്ട് അതിന്റെ അക്ഷരാർത്ഥത്തിൽ ആ നിലക്ക് തന്നെ നമ്മൾ പണ്ട് തൊട്ട് പറയുന്നത് പോലെ തന്നെ ഉത്രാടപ്പാച്ചിലിന്റെ ആ ഒരു തിക്കും തിരക്കും അതായത് അവസാന പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം കേരളക്കര വലിയൊരു ദുരന്തത്തിൽ നിന്ന് കയറി വരുന്ന ഒരു സമയമാണ്. പലയിടത്തും ഓണത്തിന് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയെങ്കിലും ആ തിരക്കൊന്നും എവിടെയും കാണാൻ സാധിക്കുന്നത് എല്ലാവരും ഉത്രാടപ്പാച്ചിൽ തന്നെയാണ്. എന്തായാലും എബി വിശേഷങ്ങളിലേക്ക് തിരിച്ചെത്താം.